ഈശോയാണ് ഏക രക്ഷകൻ. ഈശോ അല്ലാതെ മറ്റൊരു രക്ഷകനും ഈ ലോകത്തില്ല. ആര് എന്തൊക്കെ പറഞ്ഞാലും മറ്റേത് വിഭാഗക്കാർ എന്തൊക്കെ പറഞ്ഞാലും യേശുവിനെ കൂടാതെ ഈ ലോകത്ത് രക്ഷയില്ല. ഈശോയുടെ ബലി നമ്മൾ നിത്യവും സ്വീകരിക്കുന്നവരാണ് നമ്മളെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മുറിയപ്പെടാൻ തയ്യാറാകണം. മറ്റുള്ളവരെ കൊണ്ട് നമ്മുടെ പാദങ്ങൾ കഴുകിക്കാതെ നമ്മൾ മറ്റുള്ളവരുടെ പാദങ്ങൾ കഴുകാനും. ഹല്ലേലൂയ. നമ്മൾ എന്നും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാണ് നമ്മളിൽ പലരും തന്നെ. എന്നും വിശുദ്ധ കുർബാനയ്ക്ക് കടന്നു ചെല്ലുവാനും വിശുദ്ധ കുർബാനയുടെ മഹത്വം അറിയുന്നവരുമാണ് നമ്മൾ പലപ്പോഴും. പല ആളുകളും വിശുദ്ധ കുർബാനയ്ക്ക് പോയില്ല എങ്കിൽ, ഒരു ദിവസം വിശുദ്ധ ബലി അർപ്പിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ വളരെ ബുദ്ധിമുട്ട്, വേദന അനുഭവിക്കുന്ന ആളുകളും ഉണ്ട്. അങ്ങനെയുള്ള പല ആളുകളെയും എനിക്കും അറിയാം. നമ്മുടെ നാട്ടിൽ നമുക്ക് എന്നും വിശുദ്ധ കുർബാന കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് പോയിട്ട് ജോലിക്ക് പോകാം എന്ന് വിചാരിക്കുന്ന ആളുകളും ധാരാളമുണ്ട്. എന്നാൽ ഞായറാഴ്ച പോലും വിശുദ്ധ കുർബാനയ്ക്ക് കടന്നു വരാത്തവർ ധാരാളമുണ്ട്. ഇനി രാവിലെ ഒരു 5 മണിക്കൊക്കെ വിശുദ്ധ കുർബാന വെച്ചാൽ, വിശുദ്ധ ബലി ഉണ്ടെങ്കിൽ അതിന് പോവുക എന്നും പറയുന്ന ആളുകളുമുണ്ട്. കാരണം പെട്ടെന്ന് തന്നെ വിശുദ്ധ ബലി അർപ്പിച്ച് തീർത്ത് വിശുദ്ധ ബലിയിൽ പങ്കെടുത്തിട്ട് തിരിച്ചു പോയി ഒരുപാട് കാര്യങ്ങൾ, ഞായറാഴ്ച ഒരു ദിവസമല്ലേ കിട്ടുന്നത്. ഈ ഒരു ദിവസം എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്രയും ദിവസം ജോലി ചെയ്തതല്ലേ, ഞായറാഴ്ച വേറെ സ്വന്തക്കാരുടെ വീട്ടിൽ പോകാനോ വിവാഹത്തിന് പോകാനോ അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ പലരും വിശുദ്ധ ബലിയിലേക്ക് കടന്നു വരുന്നത് ഒരു ചടങ്ങിന് മാത്രമായിട്ടാണ്. സത്യത്തിൽ വിശുദ്ധ ബലി എന്നത് ഈശോ നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ദാനമാണ്, ഏറ്റവും വലിയ അനുഗ്രഹമാണ് വിശുദ്ധ ബലി. നമുക്ക് ഇന്നും വിശുദ്ധ ബലി അർപ്പിക്കുവാൻ കഴിയുക എന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. ഞാനിപ്പോൾ ഈ അരുണാചൽ പ്രദേശിലേക്ക് കടന്നു വരുമ്പോൾ എന്നെ സങ്കടപ്പെടുത്തിയ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, ഒരു കാര്യമെന്ന് പറയുന്നത് വിശുദ്ധ കുർബാന ലഭിക്കുകയില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ടാണ്. വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ആദ്യമൊക്കെ ഞാനിവിടെ വരുമ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമുക്കറിയാം, എന്നും വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുന്ന ഒരാളെ സംബന്ധിച്ച്, വിശുദ്ധ കുർബാനയുടെ മഹത്വം മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു ദിവസം വിശുദ്ധ കുർബാന മുടങ്ങുക എന്നുള്ളത് വളരെ സങ്കടകരമാണ്. ചില ആൾക്ക് മരണത്തിന് തുല്യമായ വേദന അനുഭവിക്കുന്ന ആളുകളുമുണ്ട്. അത്രത്തോളം മഹത്വമേറിയതാണ് വിശുദ്ധ ബലി എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. എന്നാൽ ഞാൻ അതുപോലെ തന്നെയാണ് ഞാനിവിടെ കടന്നു വരുമ്പോൾ വിശുദ്ധ ബലിയുടെ മഹത്വം ഇത്രത്തോളം നമുക്കറിയാം. എന്നാൽ വിശുദ്ധ ബലി അർപ്പിക്കുവാൻ പറ്റാത്ത, വിശുദ്ധ ബലി കിട്ടാത്ത അനേകം ആളുകൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട്. ഞാനിവിടെ വരുമ്പോൾ ഇവിടെ ഒരു വർഷത്തിലൊരിക്കൽ വിശുദ്ധ ബലി അർപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്. വർഷത്തിലൊരിക്കൽ ആ ഒരു വിശുദ്ധ ബലിയിലേക്ക് ഭയങ്കര ഉത്സാഹത്തോടു കൂടിയാണ് ഇവിടെ ആളുകളൊക്കെ കടന്നു വരുന്നത്. വീടിൽ നിന്ന് ചിലപ്പോൾ മൃഗങ്ങളും, പട്ടികൾ, പൂച്ചകൾ, പശുക്കൾ ഒക്കെ വന്ന് വിശുദ്ധ ബലിയിലേക്ക് പങ്കെടുക്കുന്ന ആളുകളാണ്. കാരണം ആ ഒരു വർഷത്തിലൊരിക്കലേ അവർക്ക് വിശുദ്ധ ബലി കിട്ടുകയുള്ളൂ. നമുക്ക് എന്നും വിശുദ്ധ ബലി കിട്ടുന്നത് കൊണ്ട് അത് കിട്ടാതെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് നമ്മളിൽ പലർക്കും അറിയാം. ഇതൊരു ചടങ്ങ് മാത്രമായിട്ട് കണക്കാക്കാതെ നമ്മൾ ഈശോയുടെ ശരീരവും രക്തവും അതിൽ അർപ്പിക്കപ്പെടുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് കുരിശിൽ അർപ്പിച്ച അതേ ബലി തന്നെയാണ് നമ്മുടെ ഓരോ വിശുദ്ധ ബലിയും അർപ്പിക്കപ്പെടുന്നത് എന്ന വിചാരത്തോടെ പങ്കെടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ പങ്കെടുക്കുന്നവർക്കാണ് ഒരു ദിവസം പോലും വിശുദ്ധ ബലി മുടങ്ങിയാൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. എനിക്കറിയാവുന്ന പലരുമുണ്ട്. 1 മണിക്കൂർ ഒക്കെ യാത്ര ചെയ്ത്, വാഹനങ്ങളിൽ യാത്ര ചെയ്തിട്ട് വിശുദ്ധ ബലി നടക്കുന്ന ദേവാലയത്തിൽ പോയി വിശുദ്ധ ബലി അർപ്പിക്കുന്നത് എനിക്കറിയാം. ഞാൻ തന്നെ പലപ്പോഴും രാവിലെ എവിടെയെങ്കിലും പോകുമ്പോൾ നേരത്തെ എഴുന്നേറ്റ് പോയി 1 മണിക്കൂർ 2 മണിക്കൂർ യാത്രയുണ്ടെങ്കിൽ അതിന് ഇടയ്ക്ക് സമയത്ത് വിശുദ്ധ ബലി അർപ്പിച്ചിട്ടാണ്, വിശുദ്ധ ബലിയിൽ പങ്കെടുത്തിട്ടാണ് ഞാനും പലപ്പോഴും യാത്ര തുടരുന്നത്. എന്നാൽ ഇവിടെ ഈ ദേശത്തേക്ക് കടന്നു വന്നപ്പോൾ, ഈ അരുണാചൽ ദേശത്തേക്ക് കടന്നു വന്നപ്പോൾ ഇവിടെ വിശുദ്ധ ബലി ലഭിക്കുന്നില്ല എന്നുള്ളൊരു വളരെ ബുദ്ധിമുട്ടായ അനുഭവം എന്നെ വളരെയേറെ വേദന ഉളവാക്കി. ശനിയാഴ്ച ആകുമ്പോഴേക്കും നാളെ എങ്ങനെയാണ് വിശുദ്ധ ബലി അർപ്പിക്കുക, വിശുദ്ധ ബലിയിൽ എങ്ങനെയാണ് പങ്കെടുക്കുക എന്നുള്ള ഒരു ചിന്ത വളരെ അലട്ടാറുണ്ട് പലപ്പോഴും. ഞായറാഴ്ചയൊന്നും വിശുദ്ധ ബലി കിട്ടാതെ വരുമ്പോൾ, എന്നും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന ആളാണ്, പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞായറാഴ്ച പോലും വിശുദ്ധ ബലി കിട്ടുന്നില്ല. മാസത്തിലൊരിക്കൽ, ചിലപ്പോൾ 2 മാസം 3 മാസം കൂടുമ്പോഴൊക്കെ ആയിരിക്കും ഒരു വിശുദ്ധ ബലി കിട്ടുക തന്നെ. ഇവിടുന്ന് യാത്ര ചെയ്യുക എന്നുള്ളത് നമ്മുടെ കേരളത്തിലെ പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഇവിടുന്ന് കിലോമീറ്ററുകളോളം നടക്കണം. വാഹന സൗകര്യങ്ങളില്ല.
കിലോമീറ്ററോളം നടന്നാൽ മാത്രമേ ദേവാലയത്തിൽ എത്താൻ പറ്റുകയുള്ളൂ. അങ്ങനെ രാവിലെ എണീച്ച് നടക്കുക അത്ര പോസിബിലിറ്റി അല്ല. അപ്പോൾ എനിക്ക് വളരെ സങ്കടമാണ്. ഞാൻ ഈശോയോട് ചോദിക്കും, ഈശോയെ വിശുദ്ധ ബലി കിട്ടാൻ എന്താ ചെയ്യണേ? ഞാൻ ആദ്യമൊക്കെ ആരുടെയെങ്കിലും വാഹനങ്ങൾ സംഘടിപ്പിച്ച് കൊണ്ട് പോകുമായിരുന്നു. പിന്നീട് വാഹനങ്ങൾ കിട്ടാതെ വന്നപ്പോൾ, കിട്ടുക എന്നുള്ളത് മാത്രമല്ല, കിട്ടിയാലും ഇവിടെയുള്ള യാത്ര നമ്മുടെ കേരളത്തിലെ പോലെ അത്ര സുഗമമല്ല. കാരണം വഴി വളരെ മോശമാണ്. ഒരിക്കൽ ഞാൻ യാത്ര ചെയ്തപ്പോൾ വിശുദ്ധ ബലിക്ക് കടന്നു ചെന്നപ്പോൾ തന്നെ എനിക്കൊരു അപകടം ഉണ്ടായതും അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യാനിപ്പോൾ വല്ല ബുദ്ധിമുട്ടാണ്. പക്ഷെ പിന്നീട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവുന്നത്, യോഹന്നാന്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായം 5-ാമത്തെ തിരുവചനത്തിലൂടെ പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നുണ്ട്. പരിശുദ്ധ അമ്മ പരിചാരകരോട് പറയുന്നത് നമ്മളോട് പറയുന്നത് തുല്യമാണ്. പരിചാരകരോട് പറയുന്നത് കാനായിൽ കല്യാണ വിരുന്നിൽ വെച്ച് അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ, ഈശോ പറയുന്നത് പോലെ ചെയ്യുവിൻ. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഈശോ പറയുന്നത് പോലെ ചെയ്യില്ല. അപ്പോൾ ഈ മിഷൻ ഗ്രാമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോയുടെ ബലി അർപ്പിക്കുവാൻ സാധിക്കുന്നില്ല, ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട് ഈശോയുടെ ബലിക്ക് സമാനമായിട്ട് നമുക്ക് മുറിയാൻ പാടില്ല? നമ്മൾ തന്നെ മുറിയുക എന്നുള്ളതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഒരു ബലിയായിട്ട് മാറുക. ഈ ബലിയായിട്ട് മാറുമ്പോഴാണ് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാക്കുക. ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്, മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ തിരുവചനത്തിലൂടെ, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കും. നമ്മൾ പലപ്പോഴും ഇങ്ങനെ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് നടക്കുന്ന അവസരത്തിൽ, ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുന്ന അവസരത്തിൽ പലപ്പോഴും വിശുദ്ധ ബലി കിട്ടാറില്ല. പക്ഷേ അവിടെ ഞാൻ എന്തുകൊണ്ട് ഒരു വിശുദ്ധ ബലിയായിട്ട് മാറിക്കൂടാ? എനിക്ക് ഒരു വിശുദ്ധ ബലിയായിട്ട് മുറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിക്കുന്നത് കൊണ്ട് അർത്ഥമുള്ളൂ എന്നുള്ളൊരു ചിന്ത കൂടി എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. നമ്മൾ ഓരോ വിശുദ്ധ ബലി അർപ്പിക്കുന്നു, ആ വിശുദ്ധ ബലി അർപ്പിച്ച് നമ്മൾ വീടുകളിലേക്ക് പോകുന്നു, നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്നു. അങ്ങനെ പലപ്പോഴും സംഭവിക്കുന്നു. പക്ഷേ നമ്മൾ മുറിയുന്നുണ്ടോ? ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി മുറിയുന്നുണ്ടോ? എന്നെ കാണുന്നവർ, എന്നോട് സംസാരിക്കുന്നവർ യേശുവിനെ കാണുവാൻ ഞാൻ മൂലം ഇടയാകുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ആണ് ഞാൻ അർപ്പിക്കുന്ന ഓരോ വിശുദ്ധ ബലിക്കും ഫലം ഉണ്ടാകുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈശോ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകാൻ വരുമ്പോൾ പത്രോസ് തടസ്സപ്പെടുത്തും, എൻ്റെ പാദം കഴുകരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ പറയുന്ന കാര്യമുണ്ട്, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല. നമ്മൾ ഓരോ വിശുദ്ധ ബലി അർപ്പിക്കുന്നു, നമ്മൾ മറ്റുള്ളവരുടെ പാദങ്ങൾ കഴുകുവാൻ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മുറിയപ്പെടുവാൻ തയ്യാറാവുന്നില്ല എങ്കിൽ നമ്മൾ അർപ്പിക്കുന്ന ഓരോ വിശുദ്ധ ബലിയിലും വലിയ അർത്ഥമുണ്ടോ? ഞാൻ ചിന്തിക്കുകയാണ്, നമ്മുടെ വൈദികർ ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അവർ വിശുദ്ധ ബലി അർപ്പിക്കുന്നവരാണ്. വിശുദ്ധ ബലി അർപ്പിച്ചതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? കാരണം അവർ അതേ വിശുദ്ധ ബലിയെ അവഹേളിക്കുകയല്ലേ ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ വിശുദ്ധ ബലി അർപ്പിക്കുന്നതുകൊണ്ട് നമ്മൾ മുറിയുന്നില്ലെങ്കിൽ, നമ്മൾ ക്ഷമിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി മുറിയപ്പെടുവാനും മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും മറ്റുള്ളവർ സ്നേഹിക്കുവാനും തയ്യാറാവുന്നില്ലെങ്കിൽ വൈദികർ ബലി അർപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് പോലും അവർക്ക് ഫലമുണ്ടാകുന്നില്ല. ഈശോ മറ്റുള്ളവരുടെ പാദങ്ങൾ കഴുകുകയോ ചെയ്തത്. ഇത് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ അധികാരം മോഹംപ്പെട്ട് മറ്റുള്ളവരെ കൊണ്ട് നമ്മുടെ പാദം കഴുകിക്കുന്നു. അതല്ലേ നമ്മൾ ചെയ്യാറുള്ളത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ വിശുദ്ധ ബലി അർപ്പിച്ചാൽ എന്താണ് പ്രയോജനം? നമ്മൾ ഇന്നും വിശുദ്ധ ബലി അർപ്പിക്കുന്നവരാണ്. അപ്പോൾ ഞാനൊരു ബലിയായിട്ട് മാറണം, മറ്റുള്ളവർക്ക് ഞാനൊരു ബലിയായിട്ട് മാറണം, ഞാൻ മുറിയപ്പെടണം. എൻ്റെ ശരീരം മറ്റുള്ളവർക്ക് വേണ്ടി മുറിച്ച് കൊടുക്കുവാൻ ഞാൻ തയ്യാറാകുമ്പോഴാണ്. ഈശോ അങ്ങനെയല്ലേ പറയുന്നത്? ഈശോ പറയുന്നത് പോലെ ചെയ്യുക എന്നുള്ളത്. ഈശോ എന്താ ചെയ്തത്? ഈശോ ഗ്രാമങ്ങളിലൂടെ ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പറഞ്ഞ് അവർക്ക് വേണ്ടി മുറിഞ്ഞ് അവരുടെ മുമ്പിൽ അവർക്ക് ഒരപ്പവുമായിട്ട് മാറുകയാണ്. അതുപോലെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് നമ്മളെങ്കിൽ, ഈശോയുടെ ബലി നമ്മൾ നിത്യവും സ്വീകരിക്കുന്നവരാണ് നമ്മളെങ്കിൽ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മുറിയപ്പെടാൻ തയ്യാറാകണം. നമ്മുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ അയൽക്കാർക്ക് വേണ്ടി നമ്മൾ മുറിയപ്പെടാൻ തയ്യാറാകുന്നുണ്ടെങ്കിലേ നമ്മൾ അർപ്പിക്കുന്ന ഓരോ ബലിക്കും ഫലമുണ്ടാവുകയുള്ളൂ. അതല്ലെങ്കിൽ ഇന്ന് അടിപിടി കൂടുന്ന ഈ വൈദികർ ബലി അർപ്പിക്കുന്നത് കൊണ്ട് ആ ബലിക്ക് യോഗ്യതയുണ്ട്. ബലി ഏത് വൈദികർ അർപ്പിച്ചാലും, അത് അവർ തെറ്റ് ചെയ്തിട്ട് അർപ്പിച്ചാലും ആ ബലിക്ക് ഫലമുണ്ട്, യോഗ്യതയുണ്ട്. അത് ഈശോയുടെ ബലിയാണ്, അതിന് മാറ്റമൊന്നുമില്ല. എന്നാൽ അവർക്കതുകൊണ്ട് പ്രയോജനമുണ്ടോ? അവരെക്കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനമുണ്ടോ? അത് ഇല്ല എങ്കിൽ ഈ ബലി അർപ്പിക്കുന്നത് കൊണ്ട് അവർ സ്വർഗരാജ്യത്ത് പ്രവേശിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായം 15-ാമത്തെ തിരുവചനത്തിലൂടെ അവിടെ പൗലോസ് പറയുന്നുണ്ട്, ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത് കേട്ടോ.
അവിടെ പൗലോസ്ലീഹ പറയുന്നതാണ്, ഇനിയും ജീവിക്കുന്നവർ നമ്മൾ ബലിയർപ്പിക്കുന്നു. ആ ബലിയർപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് തന്നെ ഫലമാവാതെ അത് മറ്റുള്ളവർക്ക് കൂടി ഫലം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മുറിയപ്പെടുന്നില്ല എങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. ഞാൻ വിശുദ്ധ ബലി അർപ്പിച്ച് എന്നും വിശുദ്ധ ബലിക്ക് പോയി ആ വിശുദ്ധ ബലി സ്വീകരിച്ച് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് പോകുന്നു. ഞാൻ ഒരുപക്ഷെ പാപം ചെയ്യുന്നില്ലായിരിക്കാം, ഞാൻ പാപം ചെയ്യാതെ ഞാൻ റീസെൻ്റായിട്ട് ജീവിക്കുന്നു എന്നുള്ളത് ശരിയായിരിക്കാം. പക്ഷേ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി മുറിയപ്പെടുമ്പോഴാണ് അവിടെ ഈശോയുടെ യോഗ്യതയോട് ചേർന്ന് നമ്മൾ നിൽക്കുന്നത്, ഈശോയുടെ കുരിശിൻ്റെ ബലിയോട് ചേർന്ന് നമുക്ക് നിൽക്കാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായം 15-ാമത്തെ തിരുവചനത്തിലൂടെ ഈശോ പറയുന്നുണ്ട്, ജാഗരൂകരായിരിക്കും, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവൻ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. കണ്ടോ? ഹല്ലേലൂയ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല പലപ്പോഴും ധന്യമാകുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് പലപ്പോഴും അധികാരമോഹത്തിന് വേണ്ടി, പണത്തിന് വേണ്ടിയിട്ട്, പണം ഉണ്ടാക്കുവാൻ വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന അനേകം ആളുകളുണ്ട്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് വൈദികരാകുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് സിസ്റ്ററാകുന്നത്? നമ്മൾ ഈശോയ്ക്ക് വേണ്ടി മുറിയപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ എന്നും വിശുദ്ധ ബലി അർപ്പിക്കുന്നത് കൊണ്ട് പ്രയോജനമുണ്ടോ? ഈ ഒരു ചിന്തയോടുകൂടി ഞാൻ പ്രാർത്ഥിച്ചപ്പോഴാണ് എൻ്റെ മനസ്സിൽ വളരെ സന്തോഷവും സമാധാനവും തോന്നിയത്. കാരണം വിശുദ്ധ ബലി കൂടാൻ പറ്റുന്നില്ല, പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി മുറിയപ്പെടാൻ പറ്റുന്നു എന്നുള്ള ഒരു സന്തോഷം എനിക്കുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി മുറിയപ്പെടാൻ പറ്റുന്നു. മറ്റുള്ളവരുടെ സന്തോഷത്തിലേക്കോ മറ്റുള്ളവരുടെ സങ്കടങ്ങളിലേക്ക് കടന്നു ചെന്ന് അവർക്ക് സുവിശേഷം പറയുവാൻ അവരുടെ ഭവനങ്ങളിലൊക്കെ കടന്നു ചെല്ലുമ്പോൾ, അവരോട് പറയുമ്പോൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ള ചിന്ത, ഈ ത്യാഗങ്ങൾ സഹിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ആ ഒരു വേദന ഉള്ളിലുണ്ടെങ്കിലും ഇവർക്ക് വേണ്ടി മുറിയപ്പെടുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. ഈശോ ആഗ്രഹിക്കുന്നതും അതാണ് എന്ന് എൻ്റെ മനസ്സിലേക്ക് തോന്നി. ഹല്ലേലൂയ. വിശുദ്ധ ബലിയെ കുറച്ച് കാണിക്കുകയല്ല, വിശുദ്ധ ബലി നമ്മുടെ ജീവിതത്തിന് തന്നെ ആവശ്യമാണ്. കാരണം ഓരോ മനുഷ്യരും സമ്പത്ത് കൊണ്ടല്ല ജീവിക്കുന്നത്. സമ്പത്ത് നമുക്ക് ആവശ്യമാണ് എങ്കിലും അതുകൊണ്ടല്ല ജീവിക്കുന്നത്, ദൈവത്തിൽ നിന്നുള്ള വചനം കൊണ്ടാണ്. നമ്മൾ ഈ ജീവിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഈ ആത്മാവിനെ കർത്താവ് തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എൻ്റെ ഈ ശരീരം വെറുതെ മൃതമായിട്ട് മാറും. ഈ ശരീരം കൊണ്ട് വേറെ പ്രയോജനമൊന്നുമില്ല. അപ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന ഓരോ വിശുദ്ധ ബലിയും സ്വർഗത്തിൽ സന്തോഷമുണ്ടാക്കണമെങ്കിൽ, നമുക്ക് തന്നെ അത് പ്രയോജനപ്പെടണമെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മുറിയപ്പെടാൻ തയ്യാറാകണം. വൈദികർ ബലിയർപ്പിച്ചതുകൊണ്ട് മാത്രം അവർ സ്വർഗത്തിൽ പ്രവേശിക്കണമെന്നൊന്നുമില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപത അവിടെ മാത്രമല്ല പല സ്ഥലത്തും വൈദികരൊക്കെ അവർക്ക് കുറ്റങ്ങളുണ്ടാവും, മനുഷ്യരാണ്. പക്ഷേ ആ ഒരു ബലി അർപ്പിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, എനിക്ക് മുറിയപ്പെടാൻ പറ്റുന്നുണ്ടോ? ഞാൻ മുറിയപ്പെടാൻ പറ്റുന്നുണ്ടോ? മറ്റുള്ളവർക്ക് വേണ്ടി മുറിയപ്പെടുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? എൻ്റെ കുടുംബജീവിതം നയിക്കുന്നവർക്കാണെങ്കിൽ എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ ജീവിത പങ്കാളിക്ക് പ്രയോജനമുണ്ടോ? എൻ്റെ മക്കൾക്ക് പ്രയോജനമുണ്ടോ? എന്നെ കാണുന്നവർ, അതോ ഞാൻ മദ്യപിച്ച് കൂത്താടി എന്നും വിശുദ്ധ കുർബാനയ്ക്ക് പോയിരുന്നു, എന്നാൽ മദ്യപിച്ച് കൂത്താടി മറ്റുള്ളവരോട് ദേഷ്യപ്പെടുകയില്ല എന്നല്ല. മനുഷ്യന് ദേഷ്യം വരും, സ്വാഭാവികമായിട്ട് മനുഷ്യ ജീവിതത്തിൽ സഹജമാണ്. ദേഷ്യവും സങ്കടവും ദുഃഖങ്ങളും എല്ലാം മനുഷ്യ ജീവിതത്തിൽ സഹജമാണ്. ഇവിടെയെല്ലാം നമ്മൾ യേശുവിനോട് ചേർന്നുകൊണ്ട്, യേശുവിൻ്റെ ബലിയോട് ചേർന്നുകൊണ്ട് മുറിയപ്പെടാനും മറ്റുള്ളവരെ കൊണ്ട് നമ്മുടെ പാദങ്ങൾ കഴുകിക്കാതെ നമ്മൾ മറ്റുള്ളവരുടെ പാദങ്ങൾ കഴുകാനും നമ്മൾ തയ്യാറാകുമ്പോഴാണ് ഓരോ വിശുദ്ധ ബലിയും നമുക്ക് അനുഗ്രഹമായി തീരുന്നത്. നമുക്ക് ഓരോ വിശുദ്ധ ബലിയിലൂടെയും നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ വിശുദ്ധ ബലിയിലേക്ക് കടന്നു ചെല്ലുമ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ബലി കിട്ടാത്ത അനേകം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. നമ്മുടെ പലപ്പോഴും ശുശ്രൂഷകരായിട്ട് പോകുന്നു. എനിക്ക് തോന്നുന്നു സിസ്റ്റർമാർക്കും വൈദികർക്ക് പോലും, വൈദികരുണ്ടെങ്കിൽ വിശുദ്ധ ബലി അർപ്പിക്കും. പക്ഷേ സിസ്റ്റർമാരൊക്കെ ഇങ്ങനെ ഓരോ ഗ്രാമങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ അവർക്കും വിശുദ്ധ ബലി കിട്ടാറില്ല. പക്ഷേ അവരൊക്കെ പലപ്പോഴും ഈ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, യേശുവിനെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മുറിയപ്പെടുന്നുണ്ട്. ഓരോ നിമിഷവും മുറിയപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഓരോ നിമിഷവും നമ്മൾ മുറിയപ്പെടുമ്പോഴാണ് ക്രിസ്തുവിന് സന്തോഷമുണ്ടാകുന്നത്, സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുന്നത്. നമ്മൾ മുറിയപ്പെടാൻ തയ്യാറാകുന്നില്ല എങ്കിൽ നമ്മൾ അർപ്പിക്കുന്ന ബലി കൊണ്ട് പ്രയോജനമില്ലാതെയായി തീരും. നമുക്ക് തന്നെ ദോഷകരമായി ഭവിക്കാതെ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മുടെ ജീവിതം തന്നെ സുഖമായിട്ട് തീരട്ടെ എന്ന് ചിന്തിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി മുറിയപ്പെടുവാൻ നമുക്ക് തയ്യാറാവണം. നമുക്കും ഈശോയെ പോലെ മുറിയപ്പെടാം. മറ്റുള്ളവർക്ക് വേണ്ടി, ഈശോയ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കാം. ഈശോയാണ് ഏക രക്ഷകൻ. ഈശോയല്ലാതെ മറ്റൊരു രക്ഷകനും ഈ ലോകത്തില്ല. ആര് എന്തൊക്കെ പറഞ്ഞാലും, മറ്റേത് വിഭാഗക്കാർ എന്തൊക്കെ പറഞ്ഞാലും യേശുവിനെ കൂടാതെ ഈ ലോകത്ത് രക്ഷയില്ല.
ഇത് നമ്മളെ കാണുന്നവർ ഈ ഒരു കാര്യം മനസ്സിലാക്കണം. എന്നെ കാണുന്നവർ ഈ കാര്യം മനസ്സിലാക്കണം. നമ്മൾ തുടർന്ന് പറയുവാനും അത് തയ്യാറാവണം. എങ്കിൽ മാത്രമേ ഓരോ വിശുദ്ധ ബലിയും നമുക്ക് അനുഗ്രഹപ്രദമായി മാറുകയുള്ളൂ. നമുക്ക് ഓരോ ബലിയിലും പ്രാർത്ഥിക്കാം. വിശുദ്ധ കുർബാന കിട്ടാത്ത അനേകം ആളുകൾക്ക് വേണ്ടി, വിശുദ്ധ ബലിയിലേക്ക് പങ്കെടുക്കാൻ വരാത്ത അനേകം ആളുകൾക്ക് വേണ്ടി ഓരോ വിശുദ്ധ ബലിയിലും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ക്രിസ്തുവിലേക്ക് മടങ്ങി വരുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് പരിശുദ്ധ കാനായിലെ കല്യാണ വിരുന്ന് വെച്ച് പറഞ്ഞതുപോലെ നമുക്ക് പ്രവർത്തിക്കാം. അവൻ പറയുന്നത് പോലെ ചെയ്യുക, ഈശോ പറയുന്നത് പോലെ ചെയ്യാം. ഈശോയ്ക്ക് വേണ്ടി മുറിയപ്പെടാം. ഹല്ലേലൂയ.